Everybody, all are welcome to this present. Please start. നമസ്കാരം. ഒരുപാട് സന്തോഷം എല്ലാവരും എത്തിയതിന് നമ്മുടെ ക്രൂവിൻ്റെ സൈഡിൽ നിന്നും വെൽക്കം ടു ഓൾ. ഞങ്ങൾ കുറച്ച് പേരുടെ ഒരുപാട് കാലത്തെ സ്വപ്നവും ഹാർഡ് വർക്കൊക്കെയാണ് സിനിമ. സോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കാം. നമസ്കാരം. ഡയറക്ടറായിട്ട് തന്നെയാണ്. നോർമലി ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു പ്ലോട്ട് കിട്ടിയത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് റിലേറ്റ് ചെയ്യാൻ വരുന്ന ഒരു പ്ലോട്ടാണ്. സ്വത്ത് തർക്കവും അങ്ങനത്തെ ഒരുപാട്. എന്താണ് ഇങ്ങനൊരു പ്ലോട്ട് എടുക്കാൻ, ഇങ്ങനെ തീം, ഇങ്ങനെ ഒരു 3 പേരെ ഒത്തുചേർക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? തീമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊരു ഈ ഒരു പെർട്ടിക്കുലർ സ്വത്ത് തർക്കമോ അല്ലെങ്കിൽ അത് പറയുന്ന കഥയിൽ അല്ലായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഒരു സ്പേസ് ആയിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പകാലം കുറച്ച് കാലം ചിലവഴിച്ചത് കോഴിക്കോട് അടുത്തുള്ള കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ആ സ്പേസാണ് ആദ്യം മനസ്സിലേക്ക് വന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നു. അവരുടെ ഒരു ഇൻട്രാക്ഷനിലൂടെ രൂപപ്പെട്ട് വന്ന ഒരു കഥയാണത്. ജോയിച്ചേട്ടാ, ഇപ്പം നല്ല രീതിയിൽ ഇപ്പോൾ നമ്മളൊരു നല്ല ആക്ഷൻ കണ്ടിട്ടുണ്ട്, വില്ലൻ രീതിയിൽ കണ്ടിട്ടുണ്ട്. ഒരു പക്കാ സീരീസ് ആയിട്ട് ഒരു ഡ്രാമാറ്റിക് മോഡലിൽ ഒരു കഥാപാത്രമായിട്ട് തോന്നിയ ട്രെയിലർ കണ്ടപ്പോൾ ശരിക്കും എന്താണ് കഥാപാത്രം, എന്താണ്, എങ്ങനെയാണ് ക്യാരക്ടറിൻ്റെ സ്വഭാവം, എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും. നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. പിന്നെ ശരൺ ഗംഭീര ഡയറക്ടറാണ്. അദ്ദേഹം പഠിച്ച് അത് എന്താ പറയുക, GOBB ആണ് ഇത് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറയുന്നത്. ഇങ്ങനെ നല്ലൊരു കഥയുണ്ട്, എന്നോടൊന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പുലിമട എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് ശരൺ വന്ന് സംസാരിക്കുകയും കേട്ട സമയത്ത് തന്നെ ധാരണയുണ്ടല്ലോ, ഒരു ഡയറക്ടറുടെ ധാരണ, അത് വളരെ കൃത്യതയുള്ള ആളാണ് ശരൺ. അതുപോലെ തന്നെ ഞാൻ സിനിമയുടെ ഫസ്റ്റ് കട്ട് കണ്ടതുമാണ്. അപ്പം നല്ല നല്ല രസമായിട്ടുള്ള സിനിമയാണ്. ഏറ്റവും പ്രധാനം അത് നമുക്ക് മനസ്സിലാവും സിനിമ നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണല്ലോ എന്നുള്ളത്. ഇപ്പം അലഞ്ചേട്ടൻ്റെ ആയാലും സുരാജിൻ്റെ ആയാലും EP ഉഷലിയും തോമസും ഗാർഗിയും എല്ലാം. അപ്പം ഇപ്പം ഞങ്ങളിപ്പോൾ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ രാജ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ ഇതേ കാര്യങ്ങളാണ്, ഓരോ സീനെ കുറിച്ചിട്ടൊക്കെയായിരുന്നു. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. ആ കഥ കേട്ടപ്പോൾ എന്തായിരുന്നോ തോന്നിയത് അതുപോലെ അതിലും ഭംഗിയായിട്ട് ചെയ്യാൻ ശരണിന് പറ്റി. വെറുതെ പറയുന്നതല്ല, ഞാൻ നല്ല നല്ല സിനിമയാണ് കലക്കമ്പടം. കൺഗ്രാജുലേഷൻസ് ശരൺ. താങ്ക് യു ചേട്ടാ. ചേട്ടാ, ഇപ്പോൾ നോർമലി തിയേറ്ററിൽ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓവർ മാസ് പടങ്ങൾ അല്ലെങ്കിൽ കോമഡി പടങ്ങൾ, ത്രില്ലർ ജോണേഴ്സ് ഒക്കെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ശരിക്കും ഡ്രാമ സീരീസിലുള്ള പടങ്ങൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാരായണിയുടെ 3 മക്കൾ അതിന് മാറ്റമാകുമോ? ഇതൊരു ഡ്രാമയല്ല, ഇതൊരു റിയലിസ്റ്റിക് മൂവിയാണ്. എൻ്റെ ചുറ്റും എൻ്റെ ബന്ധുക്കളും എൻ്റെ അയൽക്കാരുമാണ് എൻ്റെ ശത്രുക്കളെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ശത്രു, ഏറ്റവും വലിയ ശത്രു ഞാനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ സിനിമ നിങ്ങളെങ്ങനെ ബോധ്യപ്പെടുത്തും? ഈ സിനിമയിലെ ശത്രുക്കൾ എല്ലാവരും അവരവർ തന്നെയാണ്. ശരിക്കും ലൈഫിലും നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാം. ഉറപ്പായിട്ടും. അതുകൊണ്ടാണല്ലോ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത്. അത് ഡയറക്ടർക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ എന്നെ കാസ്റ്റ് ചെയ്തത്. എന്നോട് വീട്ടിൽ വന്ന് കഥ പറയുമ്പോൾ കുറച്ച് ബീഹാറുകാരാണ് ആദ്യം ഇതിൻ്റെ പ്രൊഡ്യൂസർ ഭാഗമായിട്ട് വന്നിരുന്നത്, ആസാംകാർ. അപ്പോൾ കഥ കേട്ടു, എനിക്കിഷ്ടമായി. കാരണം ഞാൻ അവിടെ ഒരു വലിയ മതിൽ കെട്ടിയിട്ടുണ്ട്. ആ മതിലിൻ്റെ അകത്ത് എൻ്റെ ബന്ധുക്കളെ ആൾക്കാരും ഞാൻ കയറ്റാറില്ല.
കാരണം അവരെന്നെ ശത്രുക്കളായി കാണുന്നു. ഞാനൊന്ന് വളർന്നു പോയി എന്നെ അസൂയ കൊണ്ട്. അപ്പോൾ ഞാനൊരു വലിയ മതിൽ കെട്ടാൻ തീരുമാനിച്ചു, ഒരു ജയിൽ കെട്ടാൻ തീരുമാനിച്ചു. ആ ജയിലിൻ്റെ കഥയാണ് എന്നോട് വന്ന് ഈ നമ്മുടെ സുഹൃത്തും പറഞ്ഞത്. ഞാൻ അപ്പം തന്നെ സമ്മതിച്ചു. ഈ ജോബി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ പിന്നെയാണ് വരുന്നത്. ഈ ജോബി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ബൈബിളിൽ സൺ ഓഫ് ജോബ് എന്ന് പറയും. അർത്ഥം എന്താണെന്നറിയോ? സ്നേഹിതൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഈ സിനിമ അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഡയറക്ടർ സാറിനോടാണ്, എന്തുകൊണ്ട് ജോയിച്ചേട്ടൻ, സുരാജേട്ടൻ, അലൻ ചേട്ടൻ, എന്തുകൊണ്ട് 3 ആൺമക്കൾ എന്ന് പറയുമ്പോൾ അവരെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? കാസ്റ്റ് കാണിക്കാൻ ഉദ്ദേശിച്ചത് അല്ല, എന്തുകൊണ്ടോ അത് സംഭവിച്ചതെന്ന് പറയാം. അതായത് ഞാൻ എഴുതുന്ന സമയത്തായിരുന്നു ഇപ്പം ജോയിച്ചേട്ടൻ്റെയും സുരാജേട്ടൻ്റെയും അലഞ്ചേട്ടൻ്റെയും ഒക്കെ മുഖം മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ആ സമയത്ത് ഇവരാരും എനിക്കറിയില്ല, എനിക്ക് ഇൻഡസ്ട്രിയിൽ അങ്ങനെ പ്രയർ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പം ഇവരുടെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുന്നു, ഇവരുടെ അടുത്ത് കഥ പറയാൻ പറ്റുന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു റൈറ്റേഴ്സ് ഫ്രീഡം, നമ്മളൊരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം എന്ന നിലയിലായിരുന്നു ഞാൻ കണ്ടത്. പക്ഷേ എഴുതി കഴിഞ്ഞപ്പം എനിക്ക് ഓക്കെ രസമുള്ള സാധനമാണെന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യം പുലിമേടയുടെ സെറ്റിലൊക്കെ ചോദിച്ചോളം പറഞ്ഞ പോലെ ചോദിച്ചേട്ടൻ്റെ അടുത്ത് എത്തിയത്. അപ്പം ഇപ്പം പറഞ്ഞ അതേ കാര്യം തന്നെയായിരുന്നു അന്നും പറഞ്ഞത്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് തോന്നി. അങ്ങനെ അതിനുശേഷം സുരാജേട്ടൻ്റെ അടുത്തേക്കും അലഞ്ചേട്ടൻ്റെ അടുത്തേക്കും ഒക്കെ എത്തി, ഇവരെല്ലാവരുടെ അടുത്തേക്കും എത്തി. നാരായണീൻ്റെ 3 ആൺമക്കളാണല്ലോ. ഈ ടൈറ്റിൽ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഒരു റീസൺ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ടൈറ്റിൽ എനിക്ക് തോന്നി ഈ സിനിമയിൽ ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം ഇതിൻ്റെ ടൈറ്റിൽ ഫിക്സ് ചെയ്യാന്നുള്ളതായിരുന്നു. എഴുതുന്ന സമയത്ത് ഈ ടൈറ്റിൽ അല്ലായിരുന്നു. ഇവരുടെ അടുത്തൊന്നും കഥ പറയുമ്പം ഈ ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഷൂട്ടിൻ്റെ ഒരു 1 മന്ത് മുന്നെയാണ് ഓക്കെ ഒരു ദിവസം രാത്രി എപ്പോഴായിരുന്നു ഇത് ആലോചിച്ചത്. പക്ഷെ വൻസ് ഇത് നാരായണീൻ്റെ 3 ആൺമക്കൾ എന്ന് പറഞ്ഞ ടൈറ്റിലേക്ക് എത്തിയപ്പം എനിക്ക് ഓക്കെ ഇതാണ് ഈ സിനിമ എന്നുള്ളൊരു ഒരു ഫീല് വന്നിരുന്നു. അതുപോലെ തന്നെ അതിൽ അപ്പം പേരിലൊരു നാട്ടുഭാഷയുടെ ഒരു ഇതുണ്ടല്ലോ, നാരായണി ഇന്ത്യ എന്നൊക്കെ പറയും. അപ്പം ആ ഒരു പടത്തിനും ആ ഒരു ഫീലുണ്ട്. നാരായണിയാണ് ക്യാരക്ടറിന്റെ മെയിൻ ലീഡാണോ? അങ്ങനെ ഉദ്ദേശിച്ചാണ് പടം കാണാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ ശൈലജയോടാണ്, സീരിയലിൽ ഏറ്റവും അറിയാലോ, സീരിയലിലെ മെയിൻ താരമായിരുന്നു. അപ്പോൾ സീരിയലിൽ നിന്ന് സിനിമയിലോട്ട് വന്നപ്പോൾ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ചെയ്തു. എങ്ങനെയുണ്ട് ഇപ്പോൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ? ഞാൻ സിനിമയിൽ നിന്നാണ് സീരിയലിലോട്ട് വന്നത്. ഓക്കെ, സീരിയലാണ് പക്ഷേ കൂടുതലും ഹൈപ്പ് കിട്ടിയത്. ഏഷ്യനെറ്റിലെ കുങ്കുമപ്പൂവാണ് റിലീസ് ചെയ്തത്. സിനിമയായാലും സീരിയലായാലും ഞാൻ കുറച്ച് വർക്കേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ചെയ്ത വർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്ന വർക്ക്സ് ആയിരുന്നു. വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ക്രാഫ്റ്റിംഗ്. ദാറ്റ്സ് ഇറ്റ്. മാം, അതിൽ നിന്ന് ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഇപ്പം കഴിഞ്ഞിടയിലുണ്ടായൊരു വിവാദം ഉണ്ടായിരുന്നു. അതായത് ഇപ്പം സീരിയലുകൾ പ്രേക്ഷകർക്ക് നൽകുന്നൊരു നെഗറ്റീവ് മെസ്സേജസ് ആണ് സീരിയലുകൾ നൽകുന്നത് എന്നൊരു ഇതുണ്ടായിരുന്നു. മാം അതുപോലെ ഇൻഡസ്ട്രിയിലാണെന്ന്, കാരണം കുടുംബ പ്രേക്ഷകർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സീരിയലുകളാണ്. അപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് കാണുകയും അടുത്ത് വരികയും സെൽഫിയൊക്കെ എടുക്കുകയും ആ കഥാപാത്രമായി തന്നെ പേരിൽ വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സീരിയലുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ടെലിവിഷനിൽ കാണിക്കുന്ന പരമ്പരകൾ നെഗറ്റീവ് മെസ്സേജസ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ആയിട്ട് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്ത, ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ സീരിയൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. കുങ്കുമപ്പൂ എന്തോ ബാക്കിയുള്ള സീരിയലുകളിൽ നിന്ന് അന്ന് കുറച്ച് വ്യത്യാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ഹിറ്റായതും. ആ സമയത്ത് തന്നെ ഇതുപോലെ വലിച്ചു നീട്ടുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. ടാം റേറ്റിംഗ് നോക്കി ചെയ്യുക. ബേസിക്കലി കുടുംബ പ്രേക്ഷകർ, നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ, എസ്പെഷ്യലി അമ്മൂമ്മമാരൊക്കെ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുടുംബമായിട്ട് വന്ന് ടി വിക്ക് മുന്നിൽ ഇരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് സീരിയലിന് ഇത്രയും അക്സെപ്റ്റൻസ് കിട്ടിയത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടും ചുറ്റുപാടും നടക്കുന്ന കഥകളിൻ്റെ ഒരു ലോങ് ഫോർമാറ്റാണ്. ഷോർട്ട് ഫോർമാറ്റാണ് സിനിമ, അതിനൊരു ലോങ് ഫോർമാറ്റാണ്. അതിന് ആ രീതിക്ക് റിയാലിറ്റിയോട് ഒത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ എടുക്കാത്തതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം അതിനോട് എനിക്ക് വിയോജിപ്പാണ്. ചോദിച്ചേട്ടാ,
ആദ്യത്തെ ഡയറക്ഷൻ തന്നെ ഇത് ഈ തോമസും ഗാർഗിയും ഇവര് ഞങ്ങളുടെ ഒപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത 2 ആക്ടേഴ്സാണ്. തോമസിനെ എല്ലാവർക്കും അറിയാം, ഗാർഗീനെ അറിയുന്നതായിരിക്കണം. മലയാള സിനിമയിൽ നിൽക്കാൻ പോകുന്ന ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഗാർഗി ഡ്രാമ സ്കൂൾ പ്രോഡക്റ്റ് ആണ്. ഷീസ് എ വെരി ഗുഡ് തിയേറ്റർ ആർട്ടിസ്റ്റ്. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അത് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് കുറച്ച് മിസ്റ്ററി ഉണ്ട്. ട്രെയിലർ പറയുന്നുണ്ട് ഈ ഫാമിലിയിൽ ഒരുപാട് ഡാർക്ക് സീക്രട്ടുകൾ ഉണ്ടെന്നുള്ളത്. ശരിക്കും അതുണ്ടാവും? കുറച്ചൊക്കെ കണ്ടോ പടം കാണുമ്പോൾ. ഇനി അതും കൂടി പറഞ്ഞാൽ പിന്നെ കാണാനൊന്നും ബാക്കിയില്ലല്ലോ. നല്ല സിനിമ എന്തായാലും. എനിക്ക് ഒരുപാട് ആഗ്രഹിച്ച് ഇപ്പം ഇറങ്ങുന്ന ഈ സമയമാകുമ്പോഴത്തേക്കും അത് ഇറങ്ങുന്നതിൻ്റെ ഒരു സന്തോഷം അതുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ചോദ്യത്തിൽ നിന്നൊക്കെ വഴി അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അത്രേ ഉള്ളൂ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തോ ആനന്ദം ഞാൻ കുറേ ഉണ്ട് പറയാൻ. ഇത് 8 വർഷത്തെ കഥയുണ്ട്. അപ്പോൾ അത് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞ് കുറേ സ്റ്റക്കായിപ്പോയി. കാരണം ഇത് അങ്ങനെ പെട്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഉള്ള പോലെ കുറേ സ്ട്രഗിളുകൾ. അപ്പം നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ളതിൻ്റെ ഓട്ടം. അപ്പം ഇന്നിവിടെ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ വലിയ സന്തോഷം. അപ്പം നാരായണീൻ്റെ 3 ആൺമക്കൾ എല്ലാവരും ഫെബ്രുവരി 7 കാണണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാരക്ടർ. അത് ഭയങ്കര പേഴ്സണലാണ്. പക്ഷെ അറിഞ്ഞൂടാ, എല്ലാവരും സ്വീകരിക്കട്ടെ. ഇപ്പൊ ഫെബ്രുവരിയാണ്, വാലന്റൈൻസ് ഡേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഇവിടെ ഭയങ്കര ശരി. അപ്പോൾ വാലന്റൈൻസ് അപ്പോൾ നോർമലി അപ്പോൾ ഇൻസ്റ്റയിൽ വരുന്ന റീല്, വാട്സാപ്പിൽ വരുന്ന സ്റ്റാറ്റസുകളിലൊക്കെ താങ്കളും ഉണ്ട് ഫെബ്രുവരി റൊമാൻറ്റിക്. ഇപ്പോഴും അങ്ങനെ റൊമാൻറ്റിക് സ്റ്റാർ ആയിട്ട് തന്നെ നിൽക്കുന്നതായ താല്പര്യമുണ്ടോ? ഒന്നുകൂടെ പറയുക, കേട്ടില്ല. ഇവിടെ ചിരിച്ചിരിച്ച് നോർമൽ ഫെബ്രുവരി ആണല്ലോ, വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ നമുക്ക് വരുന്ന സ്റ്റാറ്റസ്, റീൽസുകൾ എല്ലാം നോക്കുമ്പോൾ തന്നെ ആനന്ദത്തിലെ സീനുകളൊക്കെ ഉണ്ട്. ആ റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസുകളും നല്ല മൊമെന്റ്സുകൾ. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ തന്നെ നിൽക്കണം എന്ന് താല്പര്യമുണ്ട്, ഒരു റൊമാൻറ്റിക് സ്റ്റാർ? ഇല്ല അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമകൾ ചെയ്യുക, ഇങ്ങനെയൊന്നുമില്ല. ഇത് ജോജോട്ടൻ പറഞ്ഞോണ്ട് എല്ലാ ക്വസ്റ്റിനും എൻ്റെ നേരെയാണോ ഇതോടെ ചെയ്യും? ഇല്ല അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമകൾ ചെയ്യണമെന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഓട്ടമായിരുന്നു ഈ പറഞ്ഞ 8 വർഷം. അപ്പോൾ ഇനിയും ഇപ്പൊ നിഖിലിനാണ് ഇന്നത്തെ ക്യാരക്ടറിന് പേര്, അതുപോലെ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കും. ഹലോ ഗാർഗി എവിടെ ഇതിനൊരു മറുപടി ഞാൻ പറഞ്ഞോട്ടെ. എന്താണ് വാലന്റൈൻസ് ഡേ? എനിക്കത്ര സുഖകരമായ ഡേ അല്ല. കാരണം ഈ എൻ്റെ കഥാപാത്രത്തിന് അത്ര ഇഷ്ടമല്ല ആ വാലന്റൈൻസ് ഡേ. എനിക്കത് കൗഡേ ആയിട്ട് ആഘോഷിക്കാനാണ് ഇഷ്ടം. അത് സിനിമ കാണുമ്പോൾ അതൊക്കെ മനസ്സിലാവും. ഇഷ്ടം പോലെ ഇപ്പോഴും ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ കഥാപാത്രത്തിന് ഇഷ്ടമില്ലെന്നേ ഉള്ളൂ. അല്ല, അത് എന്തിന്റെ ബേസിലായിരുന്നു ആ ചോദ്യം? ജീവിതത്തിൽ എപ്പോഴെങ്കിലും വാലന്റൈൻസ് ഡേ ആഘോഷം അലഞ്ചേട്ടൻ ചോദിച്ചത്? ചെറുപ്പക്കാരനായതുകൊണ്ട്. ഹലോ ഗാർഗി, ഡ്രാമയിൽ നിന്നാണ് സിനിമയിലേക്ക് വരുന്നതെന്ന് ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ തന്നായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ആ ഒരു പ്രോസസ്സ് എന്ന് പറയാമോ? ഇതില് ശരണിന്റെ SRFTL ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്, അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഈ പടം ചെയ്യാൻ നേരത്തെ ശരൺ എന്നെ വിളിച്ചു. ആ കഥാപാത്രം കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിൽ ഒരു 2-3 വർഷം മുമ്പായിട്ട് എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. അല്ല, എക്സാക്ട്ലി ഓർമ്മയില്ല എന്നാ പറഞ്ഞത്. ബട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ പിന്നെ ചെയ്യുന്നത്. സോ ഐ ലൈക്ക് ദിസ് ക്യാരക്ടർ. ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇറ്റ് വാസ് വെരി ഈസി ടു വർക്ക് വിത്ത് ശരൺ. ഈ പോസ്റ്റർ കണ്ടപ്പോൾ തോന്നിയതാണോ എന്നറിയില്ല, തോമസും ഗാർഗിയുമാണ് ഈ സിനിമയെ ലീഡ് ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ ലോപ്പസ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ 2 പേരും ഈ സിനിമയിലെ വളരെ നിർണായകമായ ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നു തോന്നുന്നുണ്ട്. ആ സംശയം ശരിയാണോ? ഇതിൽ ഒരു ഫാമിലിയാണല്ലോ. ഫാമിലിയിൽ എല്ലാവർക്കും അവരവരുടെ റോള് പ്ലേ ചെയ്യാനില്ലേ?
അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ഞങ്ങളും ആ കുടുംബത്തിൻ്റെ ഭാഗമാണല്ലോ. ഡാർക്ക് സീക്രട്ട് എന്നുള്ളൊരു വാക്ക് തന്നെ കണ്ടു നോക്കൂ. ചോദിച്ചേട്ടാ, ആദ്യത്തെ ഡയറക്ഷൻ തന്നെ സൂപ്പർ ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നാണ് ഇനി അടുത്ത സംരംഭം? ആളുകൾ കാത്തിരിക്കുകയാണ്. ഉണ്ടാവും, ചെയ്യണം. ഉടനെ പ്രതീക്ഷിക്കാം അല്ലേ? എന്നെ നായകനായിട്ടാണ് വിളിക്കുന്നത്. അലക്സിനെ പറഞ്ഞ മാസ് ഫൈറ്റൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അലക്സാണ്ടറിന് ഇഷ്ടപ്പെട്ട പടം കണ്ടോ? പടം ചെയ്യാൻ പോകുന്നതും ആക്ഷൻ മൂഡ് തന്നെ. നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, എങ്ങനെ പറ്റില്ല എന്നുള്ളത്. നമുക്ക് അങ്ങനെ ഒരു കാറ്റഗറി ഒന്നുമില്ല. പണി 2 ആയിരിക്കും. ചോദിച്ചേട്ടാ, നോർമലി ഇങ്ങനൊരു ഇവിടെ തന്നെ ചോദിച്ചേട്ടാ, അതിപ്പം പണി ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള. പക്ഷേ അതിന് ശേഷം ഇറങ്ങിയ പടങ്ങളായാലും ഓവർ വയലൻസ് ഉള്ള പടങ്ങൾക്ക് വന്നിട്ട് പോലും അതിനെ ആരാധിക്കുകയും തിയേറ്ററിൽ തിരക്ക് കൂടുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടായിരുന്നു. ശരിക്കും വയലൻസ് എന്നുള്ളത് ഒരു എന്റർടൈൻമെന്റ് ആയി മാറിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, വേറെ കണ്ടന്റുകൾ ഇറങ്ങുന്നില്ലല്ലോ, അതല്ലേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വേറെ കണ്ടന്റുകൾ. അവർ ഇഷ്ടംപോലെ ആളുകൾ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറേ ലവ് സ്റ്റോറി കാണണം, ഫീൽ ഗുഡ് സിനിമ കാണണം, തമാശ പടങ്ങൾ വരണം. അങ്ങനെ മാറി വരുമായിരിക്കും ഇനി, അങ്ങനെ ആ ജോണറുകളൊക്കെ മാറി വരുമായിരിക്കും. നല്ല അങ്ങനത്തെ സിനിമകളൊക്കെ കാണണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പം അത് തന്നെയാണ് ഈ സിനിമയുടെ കാര്യത്തിലും നമുക്ക് ഇതൊരു എന്തോ ഇതിൽ നിന്നെല്ലാം വിട്ടു നിന്നിട്ടുള്ള ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. നല്ല ഹെവി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പാൽസർവത്ത് കുടിക്കുന്ന പോലെ. അല്ല, ചോദിക്കാൻ കാരണം വേണമെന്നില്ല. അപ്പം എനിക്ക് പേഴ്സണലി തോന്നിയുണ്ട്, കാരണം ചേട്ടൻ ഇങ്ങനെ കാരണം അതിലും വലിയ പടങ്ങൾ ഇറങ്ങിയിട്ട് പോലും ആരും മൈൻഡ് ചെയ്യാതെ വിടുന്നു. അപ്പോൾ ചേട്ടനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നില്ല, അതാ ഞാൻ ചോദിച്ചത്. അല്ല, ചേട്ടനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ കാരണം അത് കഴിഞ്ഞിട്ട് വേറെ പടങ്ങൾ ഇറങ്ങി, അതിനൊന്നും കുഴപ്പമില്ലാതെ ഓടിപ്പോയി. അപ്പോൾ ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമ പറയുന്ന പോലെ പുറത്തുള്ളവരെക്കാൾ അകത്താണ് ശത്രുക്കൾ എന്ന് പറഞ്ഞ പോലെ ആണോ? ഈ ചോദ്യം കഴിഞ്ഞിട്ട് ഞാൻ 2 കണ്ണുനീരിടുന്നു, വികാരമായിട്ട് 2 ഡയലോഗ് പറയുന്നു. റീല് 1 മില്യൺ. പണിയെടുക്കുന്നവന് പണി കിട്ടും, പണിയെടുക്കുന്നവന് പണി കിട്ടും. ഇനി പണി 2ാമത്തെ എടുക്കാൻ പോകണം, അത് എന്നെ വെച്ചിട്ട്. ജോജി ചേട്ടാ ഇവിടെ ജോജി, അതായത് ഒരു നല്ല നടനാവണമെങ്കിലേ സിനിമയുടെ പിന്നാമ്പുറവും അറിഞ്ഞിരിക്കണം എന്നൊരു സന്ദേശമാണ് ജോജി ചേട്ടന്റെ ഒരു വളർച്ചയിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത്. തെറ്റല്ല, സിനിമ അറിഞ്ഞാൽ മതി, പിന്നാമ്പുറം അറിയണ്ട. അല്ല ഞാൻ പറഞ്ഞത് ആ വന്ന വഴിയാണ്. അതായത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാ അർത്ഥത്തിലും നല്ലോണം വേർപ്പൊഴുക്കി തന്നെയാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഇപ്പൊ കൂടി ഞാൻ ശ്രദ്ധിച്ചു ഡയറക്ടറിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. അതായത് എല്ലാവരും ചോദ്യങ്ങൾ ജോജിച്ചേട്ടനോട് പോകുമ്പോൾ നല്ലൊരു വർക്കാണ് ഇവൻ ചെയ്തിരിക്കുന്നത് ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ പണ്ട് മുതൽ ഇങ്ങനെയാണോ? അതായത് ഒരു സംവിധായകന്റെ കലയാണ് സിനിമ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണോ? 100% അങ്ങനെയാണല്ലോ. സംവിധായകന്റെ കല തന്നെയാണ് സിനിമ. അത് തർക്കമില്ലാത്ത കാര്യം, ഞാൻ പറയണതല്ല, അതാണ് അതിൻ്റെ സത്യം. അതെ. അപ്പോൾ ഈ സിനിമയിൽ നാരായണിന്റെ 3 മക്കളുള്ള സിനിമയിൽ നല്ല എണ്ണം പറഞ്ഞ 2 നടന്മാര് ഒപ്പം കട്ടയായിട്ടുണ്ട്. അലൻസിയർ ലോപ്പസ് എന്നുള്ള നടനും സുരാജ് വെഞ്ഞാറമൂടും. അപ്പോൾ നിങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഇവരിപ്പം വർക്ക് ചെയ്യുമ്പോൾ മത്സരം ഉണ്ടായിരുന്നോ? നിങ്ങൾ എങ്ങനെയാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് നടത്തിയിരുന്നത്? ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് ഞങ്ങളൊരു 100 മീറ്റർ ഓടി നോക്കും. അന്ന് ജയിക്കുന്ന ആളാണ് അന്നത്തെ ഹീറോ. ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും, ഞാൻ സുരാജായാലും ചേട്ടനായാലും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു, എണ്ണം പറഞ്ഞ് നടന്നായിരുന്നു. അപ്പോൾ ഭയങ്കര രസമായിരുന്നു ആ ഷൂട്ട്. അതിലുപരി ഭയങ്കര ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടർ. 28 ദിവസമല്ലേ, 29 ദിവസം കൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. വെൽ ഡിസൈൻഡ് ആയിട്ടാണ് അത് ചെയ്തത്. അങ്ങനെ ഇത്ര കൃത്യതയോട് കൂടിയിട്ടൊക്കെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ നല്ല അറിവുണ്ടാവണം. അത്രയും അറിവുള്ള ഒരാൾ തന്നെയാണ് ശരണ്യ. ഇനിയുള്ള സിനിമകളും നന്നാവും. ഇപ്പം നിങ്ങൾ നാളെ സിനിമ ചെയ്യുമ്പോൾ റിവ്യൂ ചെയ്യുമ്പോഴും ഇതൊക്കെ കാക്കാൻ പോണ ഒരു കാര്യം തന്നെയാണ്, ഒരു ഡൗട്ടില്ല അതിൽ. പിന്നെ ഞങ്ങൾ നല്ല അഭിനയിച്ചത് നല്ല എന്താ പറയുക, എനിക്ക് ചേട്ടനോട് ഞാൻ ആരാധിക്കുന്ന ഒരു നടനാണ് ചേട്ടൻ. അപ്പോൾ
സുരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വർഷങ്ങളായിട്ടുള്ള കൂട്ടുകാരനാണ്. ഞാൻ സുരാജിൻ്റെ കൂടെയാണ് ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സൊക്കെ കാണാൻ പോവുക. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതൊക്കെ ഭയങ്കര നല്ല രസമായിട്ടുള്ളതായിരുന്നു. മത്സരമൊട്ടൊന്നുമില്ല, നിയമപരമായിട്ടുള്ള സ്പീഡിൽ വൃത്തിക്ക് വണ്ടി ഓടിച്ച് അവിടെ എത്തിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. മത്സരോട്ടത്തിനുള്ള അലൻസിയറേട്ടാ, മലയാള സിനിമയിലെ അഭിനയ രാജാവായിട്ടുള്ള തിലകൻ സാറുമായിട്ട് അലൻസിയറേട്ടനെ കമ്പയർ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കമ്പാരിസൺ ഒരു നടനെന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? അത് എനിക്ക് ഭയങ്കര സങ്കടകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ആർക്കും പകരക്കാരനല്ല. എനിക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ ഈ ഇരിക്കുന്ന കസേര മാത്രമാണ്. തിലകൻ സാറിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. ഒരാളെ നിങ്ങൾ താരതമ്യം ചെയ്തത്. നിങ്ങൾ നേരത്തെ ജോജുവിനോട് ചോദിച്ചു ഞങ്ങൾ മത്സരോട്ടം നടത്തിയത്. ഞങ്ങൾ ഒളിമ്പിക്സ് ഓട്ടത്തിൽ പോയവരല്ല. കല എന്ന് പറയുന്നത് കായിക മത്സരം പോലുള്ളൊരു പരിപാടിയല്ല. അതൊരു കൊടുക്കലും അങ്ങനെയാണ് കലയിൽ. ഇദ്ദേഹം തരുന്ന ഒരു ആക്ഷന് ഞാൻ റിയാക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻ ശൂന്യമായി പോകും. അത് പരസ്പര സ്നേഹമാണ്. ഞങ്ങൾ ശത്രുക്കളായിട്ട് അഭിനയിക്കുമ്പോൾ പോലും പാരസ്പര്യമുള്ള സ്നേഹത്തോടു കൂടിയാണ് അത് പങ്കുവയ്ക്കുന്നത്. അവിടെയാണ് നിങ്ങളത് ആസ്വദിക്കുന്നതും ഞങ്ങളുടെ ശത്രുത നിങ്ങൾ മനസ്സിലാക്കുന്നതും. അത് ഞങ്ങളുടെ അഭിനയമാണ്. അല്ലാതെ കായിക ഓട്ടത്തിൽ നേരത്തെ ജോജു പറഞ്ഞതുപോലെ ഓടി തോൽപ്പിക്കാനും ആരെയും തോൽപ്പിക്കാനും ഞങ്ങൾ ആരും മത്സരിക്കാറില്ല. അങ്ങനെ ഒരു മത്സരം ഞങ്ങളുടെ ഈ സിനിമയിലോ എൻ്റെ ജീവിതത്തിലോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് മമ്മൂക്കയായാലും ലാലേട്ടനായാലും എല്ലാവരും. ശരൺ എന്ന് പറയുന്ന ഡയറക്ടർ നിർദ്ദേശിക്കുന്ന വരമ്പിൽ നിന്നിട്ട് വരച്ചിരുന്ന ഒരു കളത്തിനുള്ളിൽ നിന്ന് മാത്രമേ ഞങ്ങൾക്ക് ചലിക്കാൻ പറ്റൂ. അദ്ദേഹത്തിനൊരു ഐഡിയ ഉണ്ടാവും. ഞങ്ങൾ ക്യാമറയുടെ ലെൻസിൻ്റെ മുമ്പിൽ നിന്നാണ് അഭിനയിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ ഓട്ട മത്സരം നടത്തുകയല്ല. പിന്നെ കുറേ ജഡ്ജിമാർ വരും. 6 ജഡ്ജിമാർ വന്നിട്ട് ജൂറി മത്സരത്തിലിരുന്നിട്ട് ആ ജൂറി മോന്മാരിരുന്ന് പറയും ഇയാളാണ് മികച്ച നടൻ. അത് അവർക്ക് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത കുറേ ജൂറിമാർ വരും. അവർക്ക് തോന്നും ഇവനല്ല അയാളാണ് മികച്ച നടൻ. അപ്പോൾ അവർക്ക് തോന്നും അവർക്ക് കൊടുത്തളയാം. അത്രയേ ഉള്ളൂ കാര്യം. ജൂറിമാരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡുകൾ നിർണ്ണയിക്കപ്പെടുന്നത്, അല്ലാതെ ഞങ്ങൾ ഓട്ട മത്സരം നടത്തിയിട്ടല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു വർഷം കിട്ടുന്ന അവാർഡും ഈ ഒളിമ്പിക്സിന് കിട്ടുന്ന അവാർഡും പോലെ താരതമ്യം ചെയ്യരുത്. അതവർ കായികാധ്വാനം ചെയ്തുണ്ടാക്കുന്നതാണ്. ഞങ്ങൾ മാനസികാധ്വാനം കൊണ്ട് ചെയ്യുന്ന, സ്നേഹം കൊണ്ടുണ്ടാക്കുന്ന, പാരസ്പര്യത്തോടെ ഞങ്ങൾ സ്പർശിച്ചിരിക്കുന്ന, സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന അവാർഡുകളാണ്. അതാണ് ഞങ്ങളുടെ സ്നേഹം. രാഹുലേട്ടാ, രാഹുലേട്ടാ, രാഹുലേട്ടൻ്റെ ഗാനങ്ങളിലൂടെയാണ് എന്തായാലും ഈ സിനിമ കുറെ കൂടി ഹൃദയത്തിലേക്ക് റിലീസിന് മുമ്പേ ഇപ്പം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഗാനങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ എത്രത്തോളം ഉണ്ടെന്ന് പറയാമോ? ഇതിൽ ഗാനങ്ങളെന്ന് നമുക്ക് വേറിട്ട് നിർത്താൻ പറ്റാത്ത രീതിയിലാണ്. സ്ക്രിപ്റ്റിൽ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പാട്ട് വിരൽ തൊടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. ആ പാട്ടിന് മുമ്പ് ഒരു സിറ്റുവേഷനിൽ മറ്റൊരു ഗസൽ, ഒരു ഫേമസ് ഗസലിനെ പറ്റി പറയുന്നുണ്ട്, ക്യാരക്ടേഴ്സ് തമ്മിൽ. അപ്പോൾ ആ ഗസൽ, പക്ഷെ നമുക്ക് ശരണ ആഗ്രഹം ആ ഗസൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നായിരുന്നു. പക്ഷേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് അത്ര ഫേമസ് ആയിട്ടുള്ളൊരു ഗസലാണ്. അപ്പോൾ നമ്മൾ ചർച്ചയിലൂടെ ഓക്കെ, അപ്പോൾ ആ സംസാരത്തിന് ശേഷം അതേ രാഗത്തിൽ ഒരു ഗസൽ എന്ന് തോന്നിപ്പിക്കുന്ന, അതേസമയം വളരെ നേർത്തതായിട്ട് ഒട്ടും ആ നറേറ്റീവിനെ ഡിസ്റ്റർബ് ചെയ്യാത്തൊരു ഗാനം അവിടെ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെയാണ് ഇതിലെ പ്രോസസ്സ്. ഓരോ പാട്ടും കയറി ഇറങ്ങി വരികയും അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ നറേറ്റീവ്. അല്ലാണ്ട് ഗാനം പ്രത്യേകം. പക്ഷെ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വി മേക്ക് എ സോങ്, ഒരു സ്റ്റാൻഡ് അലോൺ എൻറ്റിറ്റി പോലെ ഉണ്ടാക്കി. പക്ഷെ എന്നാലും ഈ സ്ക്രിപ്റ്റിൽ തന്നെ എൻ്റെ ഫസ്റ്റ് നറേഷനിൽ തന്നെ പാട്ടുകൾ ഇന്ന രീതിയിലൊരു സാധനം ഇവിടെ ഉണ്ടാവും, അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ശരൺ എൻ്റെ അടുത്ത് എത്തുന്നത് ഇതുപോലെ ജിയോ ബേബിയുടെ കറുത്ത കൈകൾ തന്നെയാണ് അതിന് പിന്നിൽ. ജിയോ ബേബിയുടെ ഡിക്സൺ ചേട്ടൻ രണ്ടുപേരും കൂടെയാണ് ഇങ്ങനെ ഒരു പയ്യനുണ്ട്, ഒരു ഭയങ്കര സംഭവമാണ്. കോളേജിലൊക്കെ വലിയ റാങ്കൊക്കെ മേടിച്ചു, റാങ്ക് ഉണ്ടാവും. അപ്പോൾ കഥ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് വന്ന്. അപ്പോൾ ഇതുപോലെ ആ ഫസ്റ്റ് നറേഷനിൽ തന്നെ ഹീ ഹാഡ് എ എൻറ്റയർ ഐഡിയ ഓഫ് ദ ഹോൾ മൂവി. അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും ഈ പറയുന്ന ആളുകളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവും ഒരുമിച്ച്? പറഞ്ഞ് എല്ലാം ഓക്കെയാണ്. എല്ലാവരും ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഈച്ച് ക്യാരക്ടർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഉറപ്പുണ്ടായ രീതിയിലാണ് അവർ ഇതാകുന്നത്. അല്ലാണ്ട് നോബഡി ഈസ് എ സ്റ്റാർ ഹിയർ, എവറിബഡി ഈസ് എ ക്യാരക്ടർ. അപ്പോൾ അത് അതിലെ സംഗീതവും അതിലൊരു കഥാപാത്രം തന്നെയാണ്. ഞാൻ നറേറ്റീവിനെ മുന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രധാന കഥാപാത്രങ്ങൾ ഇവരുടെ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഓരോ ക്യാരക്ടറിനെയും അടയാളപ്പെടുത്തുന്ന പോലെ തന്നെ സംഗീതം സ്കോറിൻ്റെ ഒരു സാധനമാണെങ്കിൽ, സ്വഭാവമാണെങ്കിൽ, വെൻ ദ ക്യാരക്ടേഴ്സ് സ്പീക്ക് ലെറ്റ് ദം സ്പീക്ക്. അവിടെ നമ്മൾ ഓൾറെഡി നല്ല മലയാള ഭാഷയിൽ അവർ സംസാരിക്കുന്നുണ്ട്, എന്താ പറയേണ്ടതെന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഇനി മ്യൂസിക് ഇട്ട് ഭയങ്കരമായിട്ട് അതിനെ അടയാളപ്പെടുത്താതെ വെൻ ദ ക്യാരക്ടേഴ്സ് സ്പീക്ക് ലെറ്റ് ദം സ്പീക്ക്. ആൻഡ് അതിനുശേഷമുള്ള അവരുടെ റെസ്പോൺസിനാണ് ഒരുപക്ഷെ സംഗീതം വരേണ്ടത്. അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു എന്നെ സംബന്ധിച്ചോളം കുറേ കമേഴ്ഷ്യൽ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ഇത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ കമേഴ്ഷ്യലി വയബിൾ മൂവി ഇറ്റ്സെൽഫ്. പക്ഷേ ഒരു നല്ല സിനിമ ചെയ്തു എന്നുള്ളൊരു സമാധാനമാണ്. പണ്ട് എനിക്ക് ഇതേ സമാധാനം കിട്ടിയത് ഋതു എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത സമയത്ത് ഇങ്ങനൊരു എനിക്കൊരു വാവ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഈക്വലി വാവ് മൂവ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. താങ്ക് യു ശരൺ. ഡയറക്ടറിനോടാണേ, അതെ, ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. അതിനകത്ത് ജോയിച്ചേട്ടൻ സ്പീച്ച്ലെസ് ആക്കിയിരുന്നു എന്ന് ഞാൻ വായിച്ചിരുന്നത്. വേണ്ട ഒരു സീൻ കഴിഞ്ഞ് എല്ലാവരും മിണ്ടാതെയായി, അത്രയ്ക്ക് പെർഫോമൻസ്. സോ ദിസ് ഇസ് യുവർ ഫസ്റ്റ് മൂവി, സോ ഹൗ വാസ് ദ എക്സ്പീരിയൻസ് വിത്ത് ജോയിച്ചേട്ടൻ? ആ ആർട്ടിക്കിളിൽ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു. ഇത് പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ വരുന്നൊരു സീനായിരുന്നു. അപ്പം എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എങ്ങനെ വരും. കാരണം ഞാൻ എഴുതുമ്പോഴും ഭയങ്കര എഫേർട്ട് എടുത്ത് എഴുതിയൊരു സീനായിരുന്നു. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ സീൻ ഷൂട്ട് ചെയ്യുന്ന ദിവസത്തേക്ക് എല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ സീൻ എന്താണെന്ന് ഒബ്വിയസ്ലി പറയാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കട്ട് പറഞ്ഞു. അപ്പം ആസ് എ ഡയറക്ടർ എനിക്ക് വല്ലാതെ ഇത് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ സെറ്റ് ഫുൾ സൈലൻസ് ആണ്. എനിക്കൊരു ക്ലാപ്പ് അടിക്കാൻ പോലും അവിടെ ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യരുത് എന്നുള്ളൊരു ഫീലായിരുന്നു. പക്ഷെ എല്ലാവരുടെ മുഖത്തും ആ ഒരു നമ്മളൊരു ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവില്ല. അത് എല്ലാവരുടെയും, അത് ആസ് എ ഡയറക്ടർ എൻ്റെ മാത്രമല്ലായിരുന്നു, റൂലുള്ള എല്ലാവരുടെയും. ലിറ്ററലി നമ്മൾ സ്പീച്ച്ലെസ് ആയിരുന്നു. ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടെ നമ്മുടെ ഒരു ക്രൂ മെമ്പർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു അത് കാണണം, അന്നത്തെ ആ ഒരു ഇത് റിലീവ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. എവിടെ പോയാലും എല്ലാവരും ചോദിക്കുന്നത് റെട്രോനെ കുറിച്ചിട്ടാണ്. എൻ്റെ ഒരു ക്ലിപ്സ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. എന്താണ് പറയാനുള്ളത് അതിനെ കുറിച്ചിട്ട്? അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നു. സൂരാജിന്റെ കൂടെ രണ്ടാമത്തെ പടത്തിലാണ്. മെയ് 1 റിലീസ് വരും. വലിയ സിനിമയാണ്, അടിപൊളിയായിരിക്കും. എൻ്റെ ഡബിങ് എല്ലാം കഴിഞ്ഞു. സൂര്യയുടെ കംബാക്ക് അത് എൻ്റെ കയ്യിലല്ല, അതല്ല ആ സിനിമയൊക്കെ വെച്ചേ എനിക്കൊന്നും പുറത്ത് പറയാൻ പാടില്ല. അവരുടെ എഗ്രിമെന്റിൽ തന്നെ ഒന്നും പറയരുതെന്ന് ഇവരുടെയൊക്കെ ഈ വലിയ സിനിമകളിലൊക്കെ എഴുതി ഒപ്പിടിയിക്കും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒന്നും പറയരുത്. കാരണം അവർ ഒഫീഷ്യലായിട്ട് അവരുടെ പേജിലൂടെ പറയാൻ പാടുള്ളൂ എന്നുള്ളത്. ഞാനിതിനാണ് അതിനെക്കുറിച്ച് മെയ് 1 റിലീസ് എന്നുള്ളത് പറഞ്ഞു, അതാണ്. പക്ഷെ ആ സിനിമയെ കുറിച്ചിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഹാപ്പിയാക്കുന്ന സിനിമയായിരിക്കും അത്. കാർത്തിക് സുബ്രാജിന്റെ സിനിമ, സൂര്യ സാറിന് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും, നല്ല പടമായിരിക്കും. എല്ലാം കഴിഞ്ഞു, ജൂൺ 5 അത് തന്നെ സെയിം എഗ്രിമെന്റാ. കമ്പനി വേറെ ഉള്ളൂ.